ഹായ്, ഞാൻ ദീപ. നമ്മുടെ ഹോം ടൂർ സീരീസിൻ്റെ 4ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ കുറച്ച് താമസിച്ചു പോയി, ക്ഷമിക്കണം. കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു, പിന്നെ മുകളിൽ കുറച്ച് ഒതുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീണ്ടു പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അപ്സ്റ്റേഴ്സ് ആണ്. അപ്സ്റ്റേഴ്സ് നമ്മൾ താഴത്തെ നിലയിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊരു റീസണാണ് നമ്മൾ ഈ കോളം ബീം സ്ട്രക്ചറിലേക്ക് പോകാനുള്ള ഒരു റീസണാണത്. അപ്പോൾ മുകളിലത്തെ നില അങ്ങനെ ഡിസൈൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു, വീട് നമ്മൾ താഴത്തെ നില താമസിക്കാനും മുകളിലത്തെ നില എന്തെങ്കിലും ഒരു ബിസിനസ്, അപ്പോൾ പി ജി ആയിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാനോ ഒക്കെയുള്ള പർപ്പസിലാണ് നമ്മൾ മുകളിലത്തെ നില ഡിസൈൻ ചെയ്തത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ താഴത്തെ നിലയിൽ നിന്ന് അകത്ത് കൂടെ സ്റ്റെയർ വഴി നമുക്ക് മുകളിലേക്ക് ആക്സസ് ഉണ്ട്. അല്ലാണ്ട് വീടിന് പുറമേ നിന്നും സ്റ്റെയർ വഴി മുകളിലേക്ക് ആക്സസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ അകത്ത് നിന്നാണ് പോകാൻ പോകുന്നത്. അകത്ത് ഇവിടെ നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു, ഇവിടെ ഒരു ചെറിയൊരു ഗേറ്റ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്, ആനിക്കുട്ടി മുകളിലോട്ട് കയറി പോകാതിരിക്കാനാണ്. പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അവൾ അതും ചടിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ സ്റ്റെയർ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാനൈറ്റാണ് താഴെ ഇട്ടേക്കുന്നത്. പിന്നെ ഇതിനിടയിൽ നമ്മുടെ ഫ്ലോർ ടൈല് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, കണ്ടോ? ഗ്രാനൈറ്റും ഫ്ലോർ ടൈലും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹാൻഡ് റെയിൽ എന്ന് പറയുന്നത്, ഹാൻഡ് റെയിൽ നമുക്ക് സ്റ്റീലിനോട് താല്പര്യമില്ല ബിജുവിന്. പിന്നെ ഇതിനൊരു ബ്ലാക്ക് കളർ അടിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ GI പൈപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. GI പൈപ്പ് യൂസ് ചെയ്തിട്ടാണ് ഹാൻഡ് റെയിൽ ചെയ്തേക്കുന്നത്. പിന്നെ 6 mm ഗ്ലാസ്, അതാണ് ഇതിൻ്റെ സൈഡിൽ വെച്ചേക്കുന്നത്. അത് നമ്മൾ താഴത്തേക്ക് ഇറക്കിയാണ് ചെയ്തേക്കുന്നത്, കണ്ടോ? എന്നിട്ട് നമ്മളൊരു സ്കേർട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷെയ്ഡ് കാണുന്നുണ്ടോ? പിന്നെ ഈ കാണുന്നുണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ തടിയൊന്നുമല്ല. നമ്മൾ നേരത്തെ ഡോറിനൊക്കെ ചെയ്ത പോലെ തന്നെ പെയിൻ്റ് അടിച്ച് വെച്ച് ആ ഒരു വുഡ് സ്റ്റെയിൻ കൊടുത്തേക്കുവാണ്. ആ ഒരു വുഡിൻ്റെ ലുക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേക്കുന്നതാണ് ആ സ്റ്റെയറിൻ്റെ ആ ഒരു സൈഡ് എന്ന് പറയുന്നത്. പിന്നെ സ്കേർട്ടിങ് ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് നമുക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഗേറ്റ്. ഇനി നമുക്ക് മുകളിലോട്ട് പോകാം. ഇവിടെ ചെറിയ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആനിയുടെ കലാപരിപാടികൾ ഇവിടെ ഉണ്ട്. പിന്നെന്താണ്, ഈ ഒരു ഗ്ലാസ് നമ്മൾ ഇറക്കി ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ പൊടി താഴോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. കാരണം താഴെ തന്നെയുണ്ട് ഡൈനിങ് ടേബിൾ ഉള്ളത്. അപ്പോൾ അതിലേക്ക് പൊടി വീഴാതിരിക്കാനാണ് നമ്മൾ ഗ്ലാസ് ഇറക്കി ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നേരെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ എത്തി. 2 ഡോറ് കാണാം. അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ നിന്ന് നേരെ റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയാണ്. അതായത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഓപ്പൺ ടെറസിലേക്കുള്ള വഴിയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തേക്കാണ്, കാരണം ആ ഓപ്പൺ ടെറസിലേക്ക് പോകാൻ നമുക്ക് ഇനിയും ഒരു വഴിയുണ്ട്. അതുകൊണ്ട് ഇത് തൽക്കാലം ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. കയറി വന്ന ഈ റൈറ്റ് സൈഡിൽ നമ്മളൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ താഴെ കിച്ചണിൻ്റെ കൂടെ വന്ന ഒരു സ്റ്റോറേജാണ്. നമ്മളവിടെ കിച്ചണിൽ മുകളിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട്, ഇത് അറയ്ക്കക്കാർ ചെയ്ത് തന്നെയാണ്, അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ആയിട്ടത് സെറ്റ് ചെയ്തേക്കുവാണ്. സ്റ്റെയർ കയറി വന്ന് ആദ്യം കാണുന്ന ഒരു ഡോറാണ് ഈ കാണുന്ന ഡോറ്. പിന്നെ അതിന് തൊട്ട് അപ്പുറത്ത് തന്നെ ഒരു ഡോറും കൂടെ ഉണ്ട്. അപ്പോൾ ഈ 2 ഡോറിനും 2 പർപ്പസാണ്. ഈ ഒരു ഡോറ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ താഴെ മുകളിലും 2 സെപ്പറേറ്റ് വീട് പോലെ യൂസ് ചെയ്യാം. അതേസമയം ഇത് തുറക്കുവാണെങ്കിൽ താഴത്തെ നിലയും മുകളിലത്തെ നിലയും ഒരുപോലെ ഒറ്റ വീട് പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഈ സൈഡിൽ കാണുന്ന ഡോറ് വഴി കാണുമ്പോൾ ഉള്ള റൂം ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം നമുക്ക് മുകളിൽ നിന്നും താഴെ നിന്നും ഒരുപോലെ യൂസ് ചെയ്യാം. അതായത് വേണമെങ്കിൽ നമുക്കിത് വാടകക്കാർക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ആക്സസ് ഉണ്ടാവില്ല. അതേസമയം ഒരു ഡോറ്, ഈ ഒരു റൂമിന് ശരിക്കും പറഞ്ഞാൽ 3 ഡോറുണ്ട്. അപ്പം അതിലെ ഒരു ഡോർ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. വാടകക്കാർക്ക് അങ്ങോട്ടേക്ക് ആക്സസ് ഉണ്ടാകത്തില്ല. അതായത് മുകളിലത്തെ നിലയിൽ ഒരു മുറിയുണ്ട്, വാടകക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലൊരു മുറി. അങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇനി ആ മുറിയിൽ നിന്ന് തന്നെ നമ്മുടെ, അതായത് ഓണറുടെ ഓപ്പൺ ടെറസിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോറുണ്ട്. അപ്പം അതുവഴിയാണ് നമ്മളിപ്പോൾ ഓപ്പൺ ടെറസിലേക്ക് പോകുന്നത്. കാരണം നമ്മളിപ്പോൾ ആ റൂം എടുത്തേക്കാണ്, വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല.
ഇൻ കേസ് നമ്മൾ ആ റൂം വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ നമ്മുടെ ഓപ്പൺ ടെറസിലേക്ക് പോകും? അതിനാണ് ഈ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടൊരു ഡോർ കൊടുത്തേക്കുന്നത്. അതിപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തേക്കുവാണ്, യൂസ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഈ റൂം വഴി എൻട്രി ചെയ്യാനാണ് കുറച്ചും കൂടെ എളുപ്പം. അതുകൊണ്ട് അങ്ങനെ. ഇനി വാടകക്കാർക്ക് സെപ്പറേറ്റ് ഒരു ഓപ്പൺ ടെറസും ഗ്രില്ലൊക്കെ ഇട്ട് വേറൊരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട്. അതിന് സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ 2 ഡോറിൻ്റെ ഒരു പർപ്പസ്. ഇത് മുന്നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പം നമുക്ക് ആദ്യം മുകളിൽ നിന്നും താഴെ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത്, ആ റൂമിലേക്ക് പോകാം. ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കയറി വന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മളൊരു വാതിൽ കാണുന്നുണ്ട്, കണ്ടോ? ഈ വാതിലിപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. ഈ വാതിൽ തുറക്കുകയും ഈ വാതിൽ അടയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂം എന്ന് പറയുന്നത് വാടകക്കാർക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡോറും ക്ലോസ് ചെയ്യും. കാരണം ഇത് നമ്മുടെ ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറാണ്. ഇതും ക്ലോസ് ചെയ്ത് ഈ കാണുന്നതും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോർ തുറക്കുക. അപ്പോൾ അത് വാടകക്കാർക്ക് യൂസ് ചെയ്യാം, നമുക്കിതിലേക്ക് ആക്സസ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. ഇവിടെ അങ്ങനെ വലിയ ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മുടെ പഴയ ഫർണിച്ചേഴ്സും കാര്യങ്ങളാണ് വെച്ചേക്കുന്നത്. ഇവിടെ കുറച്ച് തട്ടടിച്ചിട്ടുണ്ട്. അത് വേറൊരു ഇൻറ്റീരിയർ ഫാമാണ് ചെയ്തത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ തരാം. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം ബിജുവിൻ്റെ ഒരു ഓഫീസ് റൂം പോലെ യൂസ് ചെയ്യുകയാണ്. അല്ലാതെ ഇവിടെ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ കിടക്കാനൊക്കെ ആയിട്ടാണ് ഈ ഒരു റൂം. അങ്ങനെ പ്രത്യേകിച്ച് ഫർണിഷ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് നമ്മുടെ ഓപ്പൺ ടെറസ്. നമുക്ക് തുണി വിരിച്ച് ഇടാനും അല്ലാതെ സ്റ്റോർ ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. അല്ലാതെ പിന്നെ കുറേ അലുക്കുലുത്ത് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മഴ സമയത്തും തുണി ഉണക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാടകക്കാർക്കുള്ള വർക്ക് സ്പേസ് അല്ലെങ്കിൽ ഒരു ഓപ്പൺ ടെറസ് പോലെ അങ്ങോട്ടേക്ക് കൊടുത്തേക്കാണ്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണാം. അപ്പോൾ ഈ റൂം കണ്ടു കഴിഞ്ഞല്ലോ. ഇനി ഇത് അറ്റാച്ച്ഡ് ആണ്. താഴത്തേന്ന് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ടൈലും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. എല്ലാ ബാത്റൂമും നമ്മൾ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ഇതാണ് നമുക്ക് താഴെ നിന്നുള്ള എൻട്രൻസ്. ഈ ഡോറാണ് നമ്മുടെ ഈ ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. അതായത് പുറത്തുനിന്നുള്ള എൻട്രൻസ്. ഇതുവഴി ഇങ്ങോട്ടേക്ക് നമുക്ക് പുറത്തുനിന്ന് സ്റ്റെയർ ഉണ്ട്. അതുവഴി നമുക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാം. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ലിവിങ് കം ഡൈനിങ് കം കിച്ചൺ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം ഈ കാണുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ലിവിങ് റൂമായിട്ട്, പിന്നെ ഇത്രയും സ്പേസ് നമ്മൾ ഡൈനിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കാണുന്ന ഒരു പോർഷനാണ് നമ്മൾ കിച്ചണായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരൊറ്റ ഹാള് പോലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അപ്പോൾ മുകളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം കാണാൻ പറ്റുന്നത് ഒരു TV യൂണിറ്റാണ്. ഇതിന് മുകളിൽ നമ്മൾ എയർ ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ TV യൂണിറ്റിൽ ചെറിയ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്, കണ്ടോ? പിന്നെ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ, മുകളിൽ നിന്നും താഴെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്ന ഡോർ. ഇതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ സെറ്റിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടൈലെന്ന് പറയുന്നത് നമ്മൾ നിറ്റ്കോയുടെ ടൈലാണ്. 2x2 ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഫുള്ള് ഹാളിലും എല്ലാ റൂമിലും ഒരേ ടൈല് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഡൈനിങ് ഏരിയ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ. ഒരു കുഞ്ഞ് കിച്ചണാണ്. അതെന്നാന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ആദ്യം വാടകയ്ക്ക് താമസിച്ചിരുന്നപ്പോൾ ഇതുപോലൊരു കിച്ചൺ ഉണ്ടായിരുന്നു നമ്മൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ. അപ്പോൾ അത് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കുട്ടി കിച്ചൺ, അതായത് ഒരു ചെറിയ ഫാമിലിക്കോ അല്ലെങ്കിൽ PG പോലെ വല്ലം പിള്ളേർ വരുവാണെങ്കിൽ അവർക്കും യൂസ്ഫുൾ ആകത്തക്ക രീതിയിലൊരു ചെറിയ കിച്ചണാണ് നമ്മൾ ചെയ്തേക്കുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഈ വെച്ചേക്കുന്നതെല്ലാം നമ്മുടെ പഴയ ഹോം അപ്ലയൻസസ് ആണ്. നമ്മൾ സ്റ്റൗവ്, പിന്നെ ഇൻഡക്ഷൻ കുക്കർ, അതുപോലെ ഓവൻ, പിന്നെ ഫ്രിഡ്ജ് ഇപ്പോൾ നമ്മൾ പുതിയത് വാങ്ങിച്ചതാണ്. കാരണം നമ്മുടെ പഴയ ഫ്രിഡ്ജിന് കുറച്ച് കംപ്ലൈൻറ്റ് വന്നതുകൊണ്ട് പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചു. അപ്പോൾ ഇതിനകത്തെ സാധനങ്ങളെല്ലാം കുറച്ചൊക്കെ നമ്മൾ പുതിയത് വാങ്ങിച്ചുകൊണ്ട് TV നമ്മുടെ പഴയതാണ്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതുമുണ്ട്. അപ്പോൾ ഈ ഡൈനിങ് ടേബിളും ഈ സെറ്റിയൊക്കെ കാണുന്നതൊക്കെ സെക്കൻഡ് ഹാൻഡ് നമ്മൾ വാങ്ങിച്ചതാണ്. ഇനി നമുക്ക് കിച്ചൺ നോക്കാം. കിച്ചണിൽ നമ്മൾ ഇൻറ്റീരിയർ വേറൊരു ഫേമിനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചേക്കുന്നത്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ GTPT ഗ്ലാസ് ട്രേ പറയുന്നത് പ്ലേറ്റ് ട്രേ, അതാണ് GTPT. പിന്നെ ഈ കാണുന്ന ഒരു ചെറിയ സിങ്കും, പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു പ്രൊജക്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങേ സൈഡിൽ, നമ്മുടെ വീടിൻ്റെ അങ്ങേ സൈഡിൽ ഒരു ചെറിയ പ്രൊജക്ഷൻ വന്നുകൊണ്ടാണ് ഇത്രയും സ്പേസ് നമ്മൾ എക്സ്ട്രാ ഇവിടെ ഇട്ടേക്കുന്നത്. പിന്നെ താഴെ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മുടെ വേസ്റ്റ് ബിന്നിൻ്റെ ഇതാണ്. പിന്നെ അടുത്ത് വന്നിട്ട് നമുക്കൊരു ചെറിയ സ്റ്റോറേജ്, നമ്മുടെ കട്ട്ലറി ട്രേ, പിന്നെ ബാസ്ക്കറ്റ്. പിന്നെ ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒരു ചെറിയ ബീം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ പുള്ളൗട്ട്. ഇത് നമുക്ക് ഗ്യാസ് സ്റ്റൗ, അത് അകത്ത് വയ്ക്കാനുള്ളതാണ്. പിന്നെ ഇങ്ങോട്ടേക്കും നമുക്ക് സ്റ്റോറേജാണ്, സാധാരണ സ്റ്റോറേജ് തന്നെയാണ്. പിന്നെ മുകളിൽ പ്രോ ലിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇതാ ഇവിടെ അങ്ങനെ തന്നെ. പിന്നെ ഇവിടെ ചെറിയ സ്റ്റോറേജ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചൻ്റെ മുകളിലും വേണമെങ്കിൽ ഒരു അടപ്പൊക്കെ ഇട്ട് ഒരു സ്റ്റോറേജ് പോലൊക്കെ ആക്കാമായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ബീം കാണാം. ഇവിടെ നമ്മൾ 2 ഫാനാണ് കൊടുത്തേക്കുന്നത്. ഡൈനിങ് ഏരിയയ്ക്കും ലിവിങ് ഏരിയയ്ക്കും വേണ്ടിയിട്ട് 2 ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ബീം, ഇഷ്ടംപോലെ ബീം കാണാം. അപ്പോൾ ഇത് നമ്മൾ താഴെ ഫോൾ സീലിംഗ് വെച്ച് കൺസീൽ ചെയ്തിട്ടുണ്ട്, കാണാത്ത രീതിയിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ കാണുന്നത് ഒരു ചെറിയ സ്റ്റോറേജ് ആണ്, അതായത് പ്രൊജക്ഷൻ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഇവിടെ സ്റ്റോറേജ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വർക്കൊക്കെ ചെയ്തേക്കുന്ന വേറെ ഇൻറ്റീരിയർ ആൾക്കാരാണ്, അവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. ഇനി ഇവിടുന്ന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ കാണുന്നതാണ്, ഈ ഡോറ് തുറന്ന കാണുന്നതാണ് നമ്മുടെ വാടകക്കാർക്ക് ഉള്ള ഓപ്പൺ ടെറസ്. ഇവിടെ അവർക്ക് തുണി ഉണക്കാനും തുണി കഴുകാനും ഉള്ളൊരു സ്പേസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് നമ്മൾ ഷീറ്റ് ഇട്ടേക്കാണ്, അപ്പോൾ ഒരിക്കലും മഴ പെയ്യുമ്പോൾ ഇവിടെ ഒന്നും നനയത്തൊന്നുമില്ല. പിന്നെ ഗ്രില്ലിട്ട് സേഫ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രില്ലാണ് നമ്മുടെ അതായത് ഓണറുടെ ഓപ്പൺ ടെറസും ഇവരുടെ ഓപ്പൺ ടെറസുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ ചെയ്യുന്നത്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാം. മുകളിലോട്ട് കണ്ടോ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ഫുൾ ലെങ്ത്ത് മിറർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അങ്ങേ സൈഡും ഇങ്ങേ സൈഡും കാണുന്നതാണ് 2 ബാത്റൂം അല്ലല്ലോ, ബെഡ്റൂം, 2 ബെഡ്റൂംസ്. അപ്പോൾ ഇതിൽ ഈ കാണുന്ന ബെഡ്റൂം എന്ന് പറയുന്നത് അറ്റാച്ച്ഡ് അല്ല, ഇത് നമ്മൾ കോമൺ ടോയ്ലറ്റ് ആണ്. കണ്ടോ, ഇതും നമ്മൾ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാത്റൂമും അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള ബെഡ്റൂം കാണാം. ഇത് 11x12, അതാണ് ഇതിൻ്റെ സൈസ്, ബെഡ്റൂമിൻ്റെ സൈസ്. അപ്പോൾ ഇതിൽ നമ്മൾ 2 കട്ടിൽ, അതായത് ഒരു PG പോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ 2 കട്ടിൽ, അതിനുള്ള ബെഡും ഉണ്ട്. പിന്നെ 2 മേശ, അതുപോലെ കസേരയും സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ നമ്മുടെ പഴയ സാധനങ്ങളുണ്ട്, പിന്നെ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്.
പിന്നെ ഇത് 2 പേർക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ 2 ലോക്കൊക്കെ ഉള്ള എന്താണ് അൽമാരയാണ്. അത് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതൊക്കെയാണ്. അതുപോലെ നമ്മൾ മുകളിൽ തട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മളൊരു കോമൺ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇത് ജാഗ്വാറിൻ്റെ വാഷ് ബേസിനാണ്. നമ്മളല്ലാണ്ട് എല്ലാ ബാത്റൂമിൻ്റെ അകത്ത് വെച്ചേക്കുന്ന വാഷ് ബേസിൻ എന്ന് പറയുന്നത് സിംബോളയുടെ വാഷ് ബേസിനാണ്. ജാഗ്വാറിൻ്റെ തന്നെയാണ് മിക്സറും അല്ലാതെ ക്ലോസറ്റും ഒക്കെ വരുന്നത്. ഇനി അടുത്ത ബെഡ്റൂം, ഇത് അറ്റാച്ച്ഡ് ആണ്. ഇവിടെയും ഇതുപോലെ തന്നെ 2 ബെഡും പിന്നെ എന്താണ് 2 കോട്ട് ആൻഡ് ബെഡ്, അതുപോലെ കസേരയും മേശയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഒരു അൽമിറ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ നമ്മൾ എന്താണ് എന്തെങ്കിലും സാധനമൊക്കെ വയ്ക്കാനുള്ളൊരു തട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ ബാത്റൂം നോക്കാം. ഇങ്ങനെയാണ് എൻ്റെ ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് എന്താണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്നുള്ളത്. ഇവിടെ ഒരു ചെറിയ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇതുവഴിയാണ് നമുക്ക് താഴേക്കുള്ള എൻട്രൻസ്, മുകളിലോട്ടുള്ള എൻട്രൻസ്. ഇതുവഴി താഴത്തേക്ക്. ഇനി ഇതുവഴി വന്ന് മുകളിലോട്ട് പോകുന്നത് നമുക്ക് 2 പേർക്കും, വാടകക്കാർക്കായാലും ഓണറിനായാലും മുകളിലോട്ടുള്ള ഓപ്പൺ ടെറസിലേക്കുള്ള ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇത് താഴത്തേക്കുള്ള വ്യൂ. നമ്മുടെ ഗേറ്റിൽ നിന്ന് ഈ സൈഡിൽ കൂടെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കയറാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഡീറ്റെയിൽസ്. ഇതിൽ അധികം എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. ഇതൊരു വളരെ സിമ്പിൾ സ്ട്രക്ചറാണ്. നമ്മൾ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. പക്ഷേ ഇതുവരെ വാടകയ്ക്ക് ആരും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഫുള്ളി ഫർണിഷ്ഡ് ആയതുകൊണ്ട് ഓരോരുത്തർക്കും അവരവരുടെ ഫർണിച്ചേഴ്സൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു വിഷമമുണ്ട്. പിന്നെ വരുന്നത് ഗ്രൂപ്പായിട്ട് വരുന്നവർ നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്ടീസിനെ ഒന്നും കിട്ടിയുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹോം ടൂറ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഓൾമോസ്റ്റ് എൻഡാണ്. ഇനി പുറത്തെ കുറച്ച് കാര്യങ്ങളും അല്ലാണ്ട് ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഉടനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹോം ടൂർ സീരീസ് വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം.